ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മാർച്ച് 19 എല്ലാ തിയേറ്ററിലും തന്നെ ആട് 3 റിലീസായിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, ഇത് എന്താ നിങ്ങളുടെ കാശ് പോയെന്നും പറഞ്ഞ് നിങ്ങൾ തിരിച്ചു പോരില്ല പടം കണ്ടിട്ട്, അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ എന്താ പറയുക, ഇതിനകത്ത് കഥ ഉണ്ടാകുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കൺഫ്യൂസ്ഡ് ആവും. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയണില്ല. അതുപോലെ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ ഒരു നായകൻ അല്ലെങ്കിൽ നായിക ഒരാൾ വരുമ്പോൾ അതിൻ്റെ ഒരു ഇൻട്രോയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. തിയേറ്ററിൽ മുഴുവൻ കയ്യടിയും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് എന്താ പറയുക, ആ പടം തീരണ വരെ കയ്യടിയും ബഹളവും ആയിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു നായകനല്ല, പല നായകന്മാർ പല വേഷത്തിൽ പല ഭാവത്തിൽ വന്നെന്ന് വേണം പറയാൻ. സത്യം പറഞ്ഞാൽ അത് പോയി നേരിട്ട് എൻജോയ് ചെയ്യാൻ ഞാൻ പോയി കണ്ടത് സരിത തിയേറ്ററിലാണ്. അതുകൊണ്ട് തന്നെ നല്ല ഒരു പഴയ നമ്മുടെ സ്കൂളൊക്കെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ടൈമിലൊക്കെ ഈ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് പോയിരിക്കണം, ആ ഒരു ഫീൽ കിട്ടിയിട്ടോ. കാരണം കുറച്ച് നാളായിട്ട് ഈ മാളിലും അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്കേ പോകുള്ളെങ്കിലും, എല്ലാ പടമൊന്നും അങ്ങനെ പോയി കാണാറില്ല, ഇടയ്ക്കേ പോകുള്ളെങ്കിലും ചിലപ്പോൾ നമ്മുടെ സമയം നോക്കി മാളിലൊക്കെ ഇരിക്കുമ്പോൾ എന്തായാലും ആ ഒരു ഓളവും കിട്ടി, നല്ല മൂഡായിരുന്നു. പിന്നെ വേറെ എന്താ പറയണ്ട, അതിൻ്റെ വീഡിയോ ഒരു എടുത്തേക്കണാണെങ്കിൽ അല്ലെങ്കിൽ എഡിറ്റിംഗ് ആണെങ്കിൽ എല്ലാ രീതിയിലും നല്ല അടിപൊളി പെർഫെക്ഷൻ. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ടർ മിഥുൻ മാനുവൽ, റൈറ്റർ അല്ലേ, അദ്ദേഹത്തിൻ്റെ എന്താണ് ബ്രില്യൻസ് സമ്മതിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഒരാളിങ്ങനെ എന്താണ് പറയുക, അല്ലെങ്കിൽ ഒരു കഥ കിട്ടിയിട്ട് ഇഞ്ചായിട്ട് കീറിയിട്ട് അത് അവിടെ ഇവിടെയൊക്കെ പ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെച്ച് ബ്രോ ഒന്നും പറയാനില്ല. എന്തോരം ഇരുന്ന് ആലോചിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തോരം തല പോയിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ശരിക്കും അതിൽ വ്യക്തമാണ്. നമുക്കും ഇതിൻ്റെ പുറകെയൊക്കെ കുറച്ച് നടക്കണമുണ്ട്. നമ്മൾ എന്താണ് ആലോചിച്ചിട്ട് ഇതെങ്ങനെയായിരിക്കും ഇതിങ്ങനെ അതെല്ലാം കൂടി ഈ കീറി മുറിച്ച സാധനങ്ങൾ ഒത്ത് ഇണക്കി കൊണ്ടുവന്നതെന്ന്. എന്തായാലും പോയി കാണേണ്ടതാണ്, നിങ്ങളുടെ ആരെയും കാശ് പോകില്ല. പിന്നെ നമ്മുടെയൊക്കെ എന്താണ് കുറേ നമുക്ക് വേണ്ടപ്പെട്ട ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആർട്ടിസ്റ്റുകൾ പല രൂപത്തിലും പല ഭാവത്തിലൊക്കെയാണ് നിങ്ങളുടെ മുന്നിലോട്ട് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഫുൾ ടൈം, അതായത് ആ ഒരു ടൈം ഇത്ര ടൈം 2.25 മണിക്കൂറോളം ഉണ്ട്. സമയം പോയത് അറിഞ്ഞില്ല, ഒന്നും പറയാനില്ല. ചിരിച്ചിരിച്ച് ഇങ്ങനെ എന്താണ് മണ്ണ് തപ്പുമെന്നൊക്കെ പറഞ്ഞാൽ മണ്ണ് കിട്ടില്ല, എന്നാലും ഞാൻ പറഞ്ഞാണ്, അത് വെറുതെ കോമൺ ആയിട്ട് പറഞ്ഞാണ്. വേറെ കാര്യം പറയാനുള്ള അതിൻ്റെ അകത്തുള്ള കോമഡീസ് അല്ലെങ്കിൽ ചില ഡയലോഗ്സ് എൻ്റെ പൊന്നെ കിട്ടുകയെന്ന് ചോദിച്ചാൽ അങ്ങേ അറ്റത്തും കിട്ടിയില്ലെന്ന് ചോദിച്ചാൽ ഇങ്ങേ അറ്റത്തും കിട്ടി, ആ രീതിയിലുള്ള സാധനങ്ങൾ. അതായത് ഡബിൾ മീനിങ് തന്നെ കുറേ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. എങ്ങനെ എഴുതിയെടുത്തതോ ശ്രമിച്ചു. എന്തായാലും അടിപൊളി ഒരു എന്താ പറയുക, അടിപൊളി ഫിലിം. കാശ് പോയെന്നും പറഞ്ഞ് നിങ്ങൾ ഇറങ്ങി വരില്ല. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് പിള്ളേരൊക്കെ ആയിട്ട് പോയിക്കോ, അടിപൊളിയാണൊന്നും പറയാനില്ല. അത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു, കൂടുതലൊന്നും പറയണില്ല. പോയി നേരിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണെങ്കിൽ ഒരു വീഡിയോ ആണെങ്കിൽ വന്ന് ഫോളോ ചെയ്തേക്കുക. ഇതിൻ്റെ റിവ്യൂ എല്ലാ പടത്തിൻ്റെയും റിവ്യൂ ഇടാറില്ല. ഇതെനിക്ക് തോന്നി ഇത് 2 വാക്ക് പറയണം, അത് ഞാൻ പറഞ്ഞു 2 അല്ല 20 വാക്ക് പറഞ്ഞിട്ടുണ്ട്. ബാക്കി നിങ്ങൾ പോയി കണ്ടിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നേരത്തെ പറഞ്ഞാൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. താങ്ക് യു, ബൈ.